ഹായ് ഫ്രണ്ട്സ്, ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിൽ ഇത് സാമൂഹ്യശാസ്ത്രമാണ്. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവയിൽ വരുന്നത്. ഇത് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. നമുക്ക് ആവശ്യമുള്ള കുറേ വിവരങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന്. ഇതിലാദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് മധ്യകാല ഇന്ത്യ, അധികാര കേന്ദ്രങ്ങൾ. മധ്യകാല ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങൾ. ഇതിലാദ്യം തന്നെ യമുനാ നദി പറയുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദിയിൽ ഒന്നാണ് ഞാൻ. ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് എൻ്റെ ഉത്ഭവം. ഞാൻ ഒഴുകുന്ന വഴിയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി. കുത്തബ് മിനാർ, മെഹ്റൂളിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ്, അങ്ങനെ ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി. ഇതിൽ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. ഗംഗയുടെ പോഷക നദിയിൽ ഒന്നാണ് യമുന നദി. ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത്. ഡൽഹിയും യമുന നദിയുടെ തീരത്താണ്. ഡൽഹിയിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് കുത്തബ് മിനാർ, മെഹ്റൂളിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ്. സി 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലം ഇന്ത്യ ചരിത്രത്തിൽ പൊതുവെ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നു. അപ്പം ഇന്ത്യയിൽ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത് സി 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയാണ്. സി എന്നൊരു പുതിയ വാക്കാണ്. കോമൺ ഈര, ബി സി, അതൊരു പുതിയ വാക്കാണ്. ബി സിയുടെ ഒരു പുതിയ വാക്കാണ് കോമൺ ഈര, സി. 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലം ഇന്ത്യ ചരിത്രത്തിൽ പൊതുവെ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നു. ഇതിലാദ്യത്തെ ഭാഗം ഡൽഹിയുടെ ഭൂമിശാസ്ത്രത്തിലൂടെ എന്ന ഭാഗമാണ്. ഡൽഹിയുടെ ഭൂമിശാസ്ത്രത്തിലൂടെ. ഇവിടെയാണ് ഡൽഹി ഉണ്ടായിരുന്നത്. ഇപ്പുറത്തെ ആരവല്ലി പർവ്വതം, സിന്ധുഗംഗ സമതലം, യമുന നദി. സിന്ധുഗംഗ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടല്ലോ. ഈ പ്രദേശത്തെ ഫലഭൂഷ്ഠിത കാർഷിക പുരോഗതിക്ക് സഹായകരമായി. ഭൂപടത്തിൽ ആരവല്ലി പർവ്വതനിരകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇവിടെയാണ് ആരവല്ലി. ഈ പർവ്വതനിരകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചു. ആരവല്ലി പർവ്വതനിരകളിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. യമുന നദി ജലഗതാഗതത്തെ സഹായിച്ചതിനാൽ ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തി. ഈ ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണ് ഭരണാധികാരികളെ ഡൽഹിയിലേക്ക് ആകർഷിച്ചത്. ഡൽഹി അധികാര കേന്ദ്രം. സി 8ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. അതോർത്തിരിക്കുക. സി 8ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. അക്കാലത്ത് ദില്ലിക എന്ന പേരിലാണ് ഡൽഹി അറിയപ്പെട്ടിരുന്നത്. ഡൽഹി അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് ദില്ലിക എന്ന പേരിലായിരുന്നു. ദില്ലിക. തൊമര രാജാക്കന്മാരെ തുടർന്ന് ചൗഹാൻ രാജകുടുംബത്തിൽപ്പെട്ടവർ ഡൽഹിയിൽ ഭരണാധികാരായി. ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവർ. ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. ചൗഹാൻ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു. അദ്ദേഹത്തെ കീഴടക്കി ഗോറിലെ, അതായത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സേനാനായകനായിരുന്നു കുത്തബ്ദീൻ ഐബക്ക്. ഗോറിലെ മുഹമ്മദിൻ്റെ മരണശേഷം സി 1206 കുത്തബ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ രാജവംശം മംലൂക്ക് വംശം അഥവാ അടിമവംശം എന്നറിയപ്പെടുന്നു. മംലൂക്ക് വംശത്തെ തുടർന്ന് വേറെ 4 രാജവംശങ്ങൾ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തി. സി 1206 മുതൽ സി 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ സുൽത്താൻമാർ എന്നും ഈ കാലം സുൽത്താനത്ത് കാലം എന്നും അറിയപ്പെടുന്നു. മുഹമ്മദിൻ്റെ സേനാനായകനായിരുന്നു കുത്തബ്ദീൻ ഐബക്ക്. ഗോറിലെ മുഹമ്മദിൻ്റെ മരണശേഷം സി 1206 കുത്തബ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ രാജവംശം മാംലൂക്ക് വംശം അഥവാ അടിമവംശം എന്നറിയപ്പെട്ടു. മാംലൂക്ക് വംശത്തെ തുടർന്ന് വേറെ 4 രാജവംശങ്ങൾ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തി. സി 1206 മുതൽ സി 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ സുൽത്താൻമാർ എന്നറിയപ്പെട്ടു. ഈ കാലം സുൽത്താൻ ഭരണകാലഘട്ടം അഥവാ സുൽത്താനത്ത് കാലം എന്ന പേരിൽ അറിയപ്പെട്ടു.
രജപുത്രർ. വടക്കു പടിഞ്ഞാറെ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു രജപുത്രർ. ഇവരിൽ പ്രധാനികളായിരുന്നു തൊമരന്മാരും ചൗഹാന്മാരും. ഇപ്പോൾ രജപുത്രർ മധ്യേന്ത്യയിലെയും വടക്കു പടിഞ്ഞാറെ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു രജപുത്രർ. ഇവരിൽ പ്രധാനികളായിരുന്നു തൊമരന്മാരും ചൗഹാന്മാരും. ഇനി അടുത്തൊരു ഫ്ലോ ചാർട്ട് കൊടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൽത്താനത്ത് കാലത്ത് ഡൽഹി ഭരിച്ച രാജവംശങ്ങളെയും പ്രധാന ഭരണാധികാരിയെയും ക്രമമായി നൽകിയിരിക്കുന്നു. ആദ്യത്തേത് മാംലുക് വംശമായിരുന്നു, അഥവാ അടിമ വംശം. കുത്തബ്ദീൻ ഐബക്, ഇൽത്തുമിഷ്, ബാൽബൻ എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. മാംലുക് വംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ കുത്തബ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ബാൽബൻ എന്നിവരായിരുന്നു. അത് കഴിഞ്ഞ് അടുത്തായിട്ട് വരുന്നത് ഗിൽജി വംശമാണ്. ഗിൽജി വംശം അലാവുദ്ദീൻ ഗിൽജി ആയിരുന്നു പ്രധാനപ്പെട്ട നേതാവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് തുഗ്ലക് വംശമാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക് ഇവർ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു. പിന്നെ അടുത്തതായിട്ട് വരുന്നത് സയ്യിദ് വംശമാണ്. സയ്യിദ് വംശം ബസിർഖാനാണ് പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി. സയ്യിദ് വംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ഗിസിർഖാൻ ആയിരുന്നു. പിന്നെ അടുത്തായിട്ട് വരുന്നത് ലോധി വംശമാണ്. ഇബ്രാഹിം ലോധിയാണ് ലോധി വംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി. അപ്പോൾ ആദ്യം വന്നത് അടിമവംശമാണ്, പിന്നെ ഗിൽജി വംശം വന്നു, പിന്നെ തുഗ്ലക് വംശം വന്നു, പിന്നെ സയ്യിദ് വംശം വന്നു, പിന്നെ ലോധി വംശം വന്നു. ഇത് കഴിഞ്ഞൊരു LDCയിലെ ചോദ്യമായിരുന്നു. ഇവരെ ഓർഡർ AKTSL എന്ന് ഓർത്തിരിക്കുക. AKTSL അക്സൽ അഥവാ AKTSL എന്ന് ഓർത്തിരിക്കുക. അടിമവംശം, ഗിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഇതൊരു മുൻവർഷ ചോദ്യമായിരുന്നു. കുത്തബ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിലെത്തിയത് ഇൽത്തുമിഷ് ആയിരുന്നു. അദ്ദേഹം മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി. തൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. തങ്ക, ജിതൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. തങ്ക, ജിതൽ ഇത് ഇൽത്തുമിഷ് ആയിരുന്നു പുറത്തിറക്കിയത്. കുത്തബ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിലെത്തിയത് ഇൽത്തുമിഷ് ആയിരുന്നു. അദ്ദേഹം മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി. അദ്ദേഹം തൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. തങ്ക, ജിതൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. ഇതാണ് ഇൽത്തുമിഷിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ. ഇത്രയും ഭാഗം മുൾട്ടാൻ, ലാഹോർ, ബംഗാളൊക്കെ അദ്ദേഹത്തിൻ്റെ അധീനതയിലായിരുന്നു. ഇൽത്തുമിഷിൻ്റെ കാലത്തെ നാണയങ്ങളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. സുൽത്താന റസിയ ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ. ഇൽത്തുമിഷിൻ്റെ മകളായിരുന്നു റസിയ. ചില പ്രഭുക്കന്മാർ എതിരായതോടെ സുൽത്താന റസിയയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു. ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ. അവർ ഇൽത്തുമിഷിൻ്റെ മകളായിരുന്നു. ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരി ബാൽബൻ ആയിരുന്നു. ബാൽബൻ. സൽത്തനത്തിൻ്റെ വ്യാപനം. സുൽത്താനേറ്റ് അതിനാണ് സൽത്തനത്തിൻ്റെ വ്യാപനം. മാംലുക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയത് ഗിൽജി വംശമായിരുന്നു. ഗിൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിൻ്റെ കീഴിലായത്. ഗുജറാത്തായിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ അധീനതയിലായത്. ഇപ്പോൾ മാംലുക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയത് ഖിൽജി വംശമായിരുന്നു. ഖിൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിൻ്റെ കീഴിലായത്. ഗുജറാത്തായിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ അധീനതയിലായത്. ഗുജറാത്ത് കീഴടക്കിയതോടെ തുറമുഖങ്ങൾ അലാവുദ്ദീൻ ഖിൽജിയുടെ നിയന്ത്രണത്തിലായി. ഇറാഖിൽ നിന്ന് ഈ തുറമുഖങ്ങൾ വഴി മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തി. ഈ സൈന്യത്തിൻ്റെ സഹായത്തോടെ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ അലാവുദ്ദീൻ ഖിൽജി തൻ്റെ നിയന്ത്രണത്തിലാക്കി. ഇത് അലാവുദ്ദീൻ ഖിൽജിയുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ്. സൈനിക നീക്കങ്ങളാണ് അമ്പടയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം സൈനിക നീക്കങ്ങളാണ്. പിന്നീട് വന്നിരിക്കുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശമാണ് ദൗലത്താബാദ്. ഇത്രയും പ്രദേശങ്ങൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ അധീനതയിലായിരുന്നു. ഖിൽജി വംശത്തെ തുടർന്ന് തുഗ്ലക് വംശം അധികാരത്തിലെത്തി. അതിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. ഭരണം കാര്യക്ഷമമാകാൻ അദ്ദേഹം തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റുകയും അതിന് ദൗലത്താബാദ് എന്ന പേര് നൽകുകയും ചെയ്തു. ഇതോർത്തിരിക്കുക, ഖിൽജി വംശത്തെ തുടർന്ന് തുഗ്ലക് വംശം അധികാരത്തിലെത്തി.
അതിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. അദ്ദേഹം ഭരണം കാര്യക്ഷമമാക്കാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റുകയും അതിന് ദൗലത്താബാദ് എന്ന പേര് നൽകുകയും ചെയ്തു. വിപുലീകരിക്കപ്പെട്ട രാജ്യത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിരുന്നു ദൗലത്താബാദ്. തലസ്ഥാനം ദൗലത്താബാദിലേക്ക് മാറ്റുക വഴി എല്ലാ പ്രദേശങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ തലസ്ഥാന മാറ്റം ഫലപ്രദമല്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ തീരുമാനം പിൻവലിച്ചു. തുഗ്ലക് വംശത്തിന് ശേഷം അധികാരത്തിലെത്തിയ സയ്യിദ് വംശത്തിലെയും ലോധി വംശത്തിലെയും ഭരണാധികാരികൾ ദുർബലരായിരുന്നു. തുഗ്ലക് വംശത്തിന് ശേഷം സുൽത്താനത്ത് ഭരണം ക്ഷയിക്കാൻ തുടങ്ങി. അടുത്ത പോയിന്റ്, ഡൽഹി മുഗൾ ഭരണത്തിൽ. ഡൽഹി മുഗൾ ഭരണത്തിൽ 1526 ഏപ്രിൽ 26, 1526 ഏപ്രിൽ 26 ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്തിൽ കാബൂളിലെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് ഭരണാധികാരി ബാബറുടെയും സൽത്താനത്ത് ഭരണാധികാരി ഇബ്രാഹിം ലോധിയുടെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടി. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ബാബർ ഡൽഹി പിടിച്ചെടുത്തു. പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ചതിനാൽ ബാബറുടെ സൈന്യത്തിന് ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനായി. സൽത്തനത്ത് ഭരണം അവസാനിപ്പിച്ച് ഡൽഹി കേന്ദ്രമാക്കി ബാബർ തുടക്കം കുറിച്ച ഭരണം മുഗൾ ഭരണം എന്നറിയപ്പെടുന്നു. മുഗൾ ഭരണത്തിൻ്റെ ശില്പി ബാബറാണ്. ബാബർ. ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലുള്ള യുദ്ധമാണ് പാനിപ്പത്ത് യുദ്ധം. ഇത് 1526 ഏപ്രിൽ 26 1526 ഏപ്രിൽ 26. പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരി ഒന്ന് നോക്കാം. പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരിയും കാലഘട്ടവും. ബാബർ 1526 മുതൽ 1530 വരെ. ബാബർ ഭരിച്ചിരുന്നത് 1526 മുതൽ 1530 വരെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഹുമയൂണാണ്. ഹുമയൂൺ 1530 മുതൽ 1540 വരെയും പിന്നെ 1555 മുതൽ 1556 വരെയും. പിന്നെ അക്ബർ 1556 മുതൽ 1605 വരെ. അക്ബർ ഭരിച്ചത് 1556 മുതൽ 1605 വരെയാണ്. പിന്നെ വരുന്നത് ജഹാംഗീറാണ് 1605 മുതൽ 1627 വരെ. 1605 മുതൽ 1627 വരെ. പിന്നെ ഷാജഹാൻ 1627 മുതൽ 1658 വരെ. ഏറ്റവും അവസാനം ഔറംഗസേബാണ് 1658 മുതൽ 1707 വരെ. ബാജ്സോ എന്ന് പറഞ്ഞിരിക്കുക. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ബാബർ തുടക്കം കുറിച്ച മുഗൾ ഭരണം പിൽക്കാലത്ത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ അക്ബർ പ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹം വലിയൊരു സൈന്യം രൂപീകരിച്ചു. ഇതിനുവേണ്ടി വ്യത്യസ്തമായ ഒരു രീതി സ്വീകരിച്ചു. മൻസബ്ദാരി സമ്പ്രദായം എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ അക്ബറാണ് മൻസബ്ദാരി സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ്. ഈ സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥനായിരുന്നു. രാജ മാൻസിംഗ്, രാജ തോഡർമാൻ, ബീൽബർ, രാജ ജയ്സിംഗ് തുടങ്ങിയവർ മുഗൾ ഭരണത്തിലെ പ്രധാന പദവികൾ വഹിച്ച രജപുത്രന്മാരായിരുന്നു. അപ്പോൾ ബാബർ തുടക്കം കുറിച്ച മുഗൾ ഭരണം പിൽക്കാലത്ത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ അക്ബർ പ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹം വലിയൊരു സൈന്യത്തെ രൂപീകരിച്ചു. ഇതിനുവേണ്ടി വ്യത്യസ്തമായ രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. മൻസബ്ദാരി സമ്പ്രദായം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥരും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥരായിരുന്നു. രാജ മാൻസിംഗ്, രാജ തോഡർമാൾ, ബീൽബർ, രാജ ജയ്സിംഗ് തുടങ്ങിയവർ മുഗൾ ഭരണത്തിലെ പ്രധാന പദവികൾ വഹിച്ച രജപുത്രന്മാരായിരുന്നു. ഷേർഷാ സൂരി. ഷേർഷാ സൂരി സി 1540 മുതൽ സി 1545 വരെയുള്ള കാലത്ത് ഡൽഹി കേന്ദ്രമായി ഭരിച്ചത് സൂർ വംശത്തിലെ ഷേർഷാ സൂരിയായിരുന്നു. മുഗൾ ഭരണാധികാരി ഹുമയൂണിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. ഷേർഷയുടെ പിൻഗാമികൾ ദുർബലരായിരുന്നു. ഈ അവസരം ഉപയോഗിച്ച് സി 1555 ഹുമയൂൺ ഡൽഹിയുടെ അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ ഇവിടെ ഈ ഗ്യാപ്പ് വരാൻ കാരണം ഇതാണ്. 1530 മുതൽ 1540 വരെ ഹുമയൂണായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1540 മുതൽ 1545 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചത് ഷേർഷാ സൂരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്നവർ ദുർബലരായിരുന്നു. പിന്നെ 1555 ഹുമയൂൺ അധികാരം തിരിച്ചുപിടിച്ചു. 1555 മുതൽ 56 വരെ ഹുമയൂൺ ഭരിച്ചു. ഇത് അക്ബറുടെ കാലഘട്ടത്തിലെ ഇന്ത്യയാണ്. അദ്ദേഹത്തിൻ്റെ അധീനതയിൽപ്പെട്ട പ്രദേശങ്ങളാണ് കാബൂൾ, കാശ്മീർ, മുൾത്താൻ, ഡൽഹി, മാൾവ, ഗാൻഡേഷ്, ഗുജറാത്ത്, ബീഹാർ, ബംഗാൾ. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പോൾ എല്ലാം ഒരു നോട്ടിൽ കുറിച്ച് വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും.
നോട്ടുകൾ ഉണ്ടാക്കി പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു.